ഹായ് നമസ്കാരം, സ്വാഗതം ഏവർക്കും ഒരിക്കൽ കൂടി. ഇന്നത്തെ വിഷയം മറ്റൊരു എക്സാമിനേഷനാണ്, KMAT, കേരള മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പോൾ ഈ എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ അയക്കേണ്ട സമയം ഇപ്പോൾ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങളിലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ഗവൺമെൻറ്റും ഗവൺമെൻറ് ഇതര ഇൻസ്റ്റിറ്റ്യൂഷൻസിലും MBA അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് എഴുതേണ്ട ഒരു എക്സാമിനേഷനാണ് KMAT. ഇതുപോലെ തന്നെ വേറെ MBA അഡ്മിഷന് വേണ്ടി IIM നടത്തുന്ന എക്സാമിനേഷൻ ഉണ്ട്. അതുപോലെ തന്നെ NTA നടത്തുന്ന എക്സാമിനേഷൻ, CMAT, പിന്നെ XLRA, അങ്ങനെ വിവിധങ്ങളായ MBA എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ട്. അപ്പോൾ കേരളത്തിൽ കേരള ഗവൺമെൻറ് നടത്തുന്ന എക്സാമിനേഷനാണ് KMAT. ഈ KMATൻ്റെ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഫെബ്രുവരി 10 ഇപ്പോൾ എടുത്ത ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് ആപ്ലിക്കേഷൻ അയക്കേണ്ട അവസാന തീയതി. ഇനി അതിനുശേഷം ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടേക്കാം, ഏകദേശം ഏതാനും ദിവസങ്ങൾ ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടേക്കാം, അതൊന്നും നമുക്ക് ഉറപ്പില്ല. പക്ഷേ നിലവിലുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് ഫെബ്രുവരി 10 രജിസ്ട്രേഷൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് ഈ മാസം 23 വിവിധ സ്ഥലങ്ങളിൽ വെച്ചിട്ട് എക്സാമിനേഷൻ നടത്തും. അത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്. അപ്പോൾ ആ എക്സാമിനേഷൻ്റെ സ്കോർ അനുസരിച്ചിട്ട്, അതായത് എക്സാമിനേഷന് കിട്ടുന്ന സ്കോറ് അതിൻ്റെ 80%, പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ 10%, അതുപോലെ തന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെ 10%, ഇങ്ങനെയാണ് ഇതിൻ്റെ വെയിറ്റേജ് പോകുന്നത്. ഫൈനൽ സ്കോർ പ്രിപ്പയർ ചെയ്യുന്നത്, റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഒരു വെയിറ്റേജിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് 80 + 10 + 10, ഇതാണ് ഇതിൻ്റെ രീതി. ഇനി ഈ എക്സാമിനേഷന് ഇപ്പോൾ ഫൈനൽ ഇയർ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ലാസ്റ്റ് സെം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നതിന് മുമ്പായിട്ട് ഈ പറയുന്ന ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം. 3 മണിക്കൂർ, അതായത് 3 hours എക്സാമിനേഷൻ്റെ ഡ്യൂറേഷൻ. 3 hours വരുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ. ടോട്ടൽ 180 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഈ 180 ക്വസ്റ്റ്യൻസിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസിനും 4 മാർക്ക് വീതമാണ്. നെഗറ്റീവ് മാർക്കുണ്ട്, 1 മാർക്ക് നെഗറ്റീവാണ്. ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ 1 മാർക്ക് നെഗറ്റീവ് ആകും. ടോട്ടൽ 720 മാർക്കാണുള്ളത്. അപ്പോൾ അതിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 2 മേഖലകൾ, ഒന്ന് ലാംഗ്വേജ് യൂസേജ് ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷനാണ്. 50 മാർക്കിന് ക്വസ്റ്റ്യൻസ് അവിടെ നിന്നാണ് വരുന്നത്. രണ്ടാമത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. മൂന്നാമത്തത് ഡേറ്റ സഫിഷ്യൻസി ആൻഡ് ലോജിക്കൽ റീസണിങ്, 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും. നാലാമത്തെ കാറ്റഗറി കറണ്ട് അഫയേഴ്സാണ്. അങ്ങനെ 4 വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം മൊത്തത്തിൽ 50 മാർക്ക് കോംപ്രിഹെൻഷൻ, ലാംഗ്വേജ് യൂസേജ് ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷനും, 50 മാർക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും, അപ്പോൾ 100 മാർക്കായി. അടുത്ത 40 മാർക്ക് ലോജിക്കൽ റീസണിങ് ആണ്, 140. ദെൻ ലാസ്റ്റ് 40 മാർക്ക് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സാണ്. അങ്ങനെ 180 ക്വസ്റ്റ്യൻസ്, ഓരോ ക്വസ്റ്റ്യന് 4 മാർക്ക് വീതം, മൊത്തം 720 മാർക്ക്. ഇതാണ് എക്സാമിനേഷൻ്റെ ഘടന. രജിസ്ട്രേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. അതുപയോഗിച്ച് രജിസ്ട്രേഷൻ പ്രോസസ്സ് ഇനിയും നടത്തിയിട്ടില്ലാത്തവർ അത് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന, ഒരു രീതിയിലുമുള്ള ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഡോക്യുമെൻറ്റ്സ് എൻ്റെ കയ്യിലില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എങ്ങനെ രജിസ്റ്റർ ചെയ്യും എന്നതിനെക്കുറിച്ചൊരു ബോധറേഷൻ്റെ ആവശ്യമില്ല. ഡോക്യുമെൻറ്റ്സ് ഒന്നും തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതില്ല. ഡീറ്റെയിൽസ്, പിന്നെ ഏത് സ്ഥാപനത്തിലാണ് അഡ്മിഷൻ എടുക്കുന്നത് അവരുടെ ആവശ്യപ്രകാരം നമ്മളെല്ലാ ഡോക്യുമെൻറ്റ്സും കൃത്യമായിട്ട് അവിടെ സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ മിസ്റ്റേക്സ് പാടില്ല. ആപ്ലിക്കേഷൻ ഫീസ് 1000 രൂപയാണ് പൊതു വിഭാഗത്തിൽപ്പെടുന്നവർക്ക്. SC-കാർക്കാണെങ്കിൽ അത് 500 രൂപയും, ST-കാർക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് KMAT എന്ന് പറയുന്ന എക്സാമിനേഷനെ കുറിച്ച് വിദ്യാർത്ഥികൾ അറിയേണ്ടത്. രജിസ്ട്രേഷൻ എല്ലാം നടത്തിയതിന് ശേഷം കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ അക്നോളജ്മെൻറ്റ് പേജ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. പിന്നെ അഡ്മിറ്റ് കാർഡ് എന്നത്തേക്കാണ് കിട്ടുക എന്നുള്ളതെല്ലാം SMS വഴിയോ അതല്ലെങ്കിൽ ഇമെയിൽ വഴിയോ നമുക്കത് ലഭ്യമാകും. അപ്പോൾ അതിനനുസരിച്ച് അതെല്ലാം ഡൗൺലോഡ് ചെയ്താൽ മതി. കൊടുക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിരിക്കാൻ ശ്രദ്ധിക്കുക. കൃത്യസമയത്ത് തന്നെ എല്ലാം കംപ്ലീറ്റ് ചെയ്യുവാനും ശ്രദ്ധിക്കുക. ഇഷ്ടപ്പെട്ട സ്ഥാപനത്തിൽ നല്ല സ്കോർ നേടി ഇഷ്ടപ്പെട്ട മേഖലയിൽ MBA ചെയ്യുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.